അതിര് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇതിന്ന് എനിക്ക് ശരിക്കും കല്യാണി കുട്ടി, എന്താണ് കല്യാണി? കല്യാണി മറഡോണ, കല്യാണി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ, വായോട്ടാ. ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇന്നിപ്പോൾ അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ ഇന്ന് നേരത്തെ പച്ചക്കറി പൊട്ടിക്കാൻ കാരണമുണ്ട് കേട്ടോ. ഇന്ന് നല്ലൊരു തണുത്തൊരു കാലാവസ്ഥ, വലിയ വെയിലൊന്നുമില്ല. അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാം. പിന്നെ ദശായിട്ട് പറമ്പിൽ കളിക്കുന്നുണ്ട്. ഷായേട്ടനെ എന്താ നമ്മുടെ മുളകും തൈകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട് നമ്മൾ ഈ അടിച്ച് വരച്ച ചവറൊക്കെ കൊണ്ടുവന്നിടും. ഇപ്പം അതിൻ്റെ മുകളിലേക്ക് ഇതാ മണ്ണിടാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ സുന്ദരി ചീര കുറച്ച് അരിയാനുണ്ട്. നമ്മുടെ നനയ്ക്കാൻ വെള്ളം വിട്ടിട്ടുണ്ട്. അപ്പോൾ മോട്ടറിൻ്റെ ചെറിയൊരു ഓട്ടയുണ്ട്, അതാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണത് കേട്ടാ. നോക്കി നമ്മുടെ സുന്ദരി ചീര ഇത്രയും വലുപ്പമായി കണ്ടാ. ഒരു കതിര് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇതിന്ന് എനിക്ക് ശരിക്കും 2 കട അരിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കറിക്കുള്ളതായി തോരൻ വയ്ക്കാനായിട്ടാ. എന്തൊരു ഭംഗിയല്ലേ, എത്ര വർണ്ണിച്ചാലും നമുക്ക് ഈ കളറിന് എന്താണാവോ ഭയങ്കര ഭംഗി. അരിയാൻ വരെ തോന്നണില്ല എനിക്ക്, കണ്ടു മതിയാവാത്ത പോലെ. നോക്കിയേ, ഇപ്പം ഈ ഒരു തണ്ട് നോക്കിയേ എന്താ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 തണ്ട് ഉണ്ടായാൽ നമുക്ക് പരിപ്പും ചീരക്കറി വെക്കുകയാണെങ്കിൽ 2 തണ്ട് മതി. ഇന്നിപ്പോൾ ഞാനിത് ആദ്യം ഞാൻ വിചാരിച്ചു 2 തണ്ട് അരിഞ്ഞാൽ മതി, പക്ഷെ അങ്ങനെയല്ല, കറിക്ക് 2 തണ്ട് മതി. പക്ഷെ ഇതിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം അരിഞ്ഞില്ലെങ്കിൽ ഇനി കതിര് വന്നു തുടങ്ങും. എനിക്ക് ശരിക്കും ഇത്രയും സന്തോഷം തോന്നിയ കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലത്തെ ഒരു സമയമായിട്ടത് ഇതിപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലിങ്ങനെ കാണുമ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ സുന്ദരി ചീര ഞാൻ എന്താ പറയുക അരിയണത്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, പറയാൻ പറ്റുന്നില്ല. ക്യാമറ ഷായേട്ടനായിട്ട് എനിക്ക് ഈ സുന്ദരി ചീര അരിയുമ്പോൾ പിടിച്ചു തരുന്നത്. ഷായേട്ടൻ്റെ മുഖത്തും അതിലേറെ സന്തോഷമുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്, ഇല്ലേ ഷായേട്ടാ? ഇപ്പം നോക്കിയേ, നമ്മൾ ഈ ഒരു കട എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടാ, അതെ ഈ ഒരു കടയിൽ വന്നത് എത്രയും കൊമ്പ് ജില്ലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ എത്ര എണ്ണം അരിഞ്ഞെടുത്തിരുന്നു. അതെ 1 2 3 4, പിന്നെ മെയിനായിട്ടുള്ള ഈ തണ്ട്, അങ്ങനെ 5 തണ്ട് അരിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ ഈ 5 എണ്ണത്തിൽ നിന്ന് നന്നായി പൊടിക്കും. അപ്പോഴാണ് ഇവരിങ്ങനെ തളച്ചിങ്ങനെ വളരാം കേട്ടോ. അപ്പോൾ ഇതാ എത്രയും ചീരയാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. ഈ ചീരനെ കുറിച്ച് എനിക്ക് പറഞ്ഞ് മതിയായിട്ടില്ല, പക്ഷെ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ, ഇതന്നെ വീണ്ടും വീണ്ടും. ഇനിയിപ്പോൾ നമുക്ക് എന്നിട്ടാണെങ്കിൽ ഒരു കുക്കമ്പർ പൊട്ടിക്കാണ്ട്. ഞങ്ങൾ പോവാം. ഈ കുക്കമ്പറൊക്കെ നന്നായിട്ട് വലുതാവുന്ന ഒരു സൈസ് കുക്കമ്പർ കേട്ടാ. നോക്കിയേ കണ്ട എന്തൊരു വലിപ്പം വരണേ.
അപ്പം ഇത് പൊട്ടിച്ചെടുക്കാം. ഇനി താഴെ ഇതാ ഒരാളും കൂടി ഉണ്ട്. ഇതും നിർത്തുകയാണെങ്കിൽ അതേപോലെ വലുതാവൂട്ടാ. ഇത് ഇത്രയും വലുപ്പമായിന്ന് വെച്ചിട്ട് നമുക്ക് സലാഡൊന്നും കഴിക്കുമ്പോൾ മൂത്ത പോലെയൊന്നും തോന്നണില്ല കേട്ടാ. നല്ല ചള്ള് പോലെ തന്നെയാണ് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ രണ്ടാളും പൊട്ടിച്ചെടുക്കുന്നുണ്ടെന്ന് ഞാൻ. ഓക്കെ, നമ്മൾ കുക്കുമ്പറിൻ്റെ ഇല മുഖത്ത് തൊടുമ്പോഴേ കുത്തി നിറയ്ക്കുക ഇങ്ങനെ. അപ്പോൾ രണ്ടെണ്ണമായിട്ട് നമ്മൾ കുക്കുമ്പർ പൊട്ടിച്ചാൽ ഇനി നമ്മുടെ പടവലങ്ങും പൊട്ടിക്കാം. നമ്മുടെ പടവലങ്ങ ഞാൻ മുന്നൊരു ദിവസം കാട്ടിയാന്നില്ലേ, കുഞ്ഞ് പടവലങ്ങളാന്ന്. അതുകൊണ്ട് ഒരു 3 ഉണ്ടായിരുന്നു. ഇടയിൽ ഒരെണ്ണം കൂടി ഞാൻ പൊട്ടിച്ചെടുത്തു കേട്ടോ. കുറേ വാരിക്കോരിയൊന്നും ഉണ്ടാവണില്ല, പക്ഷെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നത്. നമുക്ക് പടവലങ്ങ കുറേ ഉണ്ടാവണില്ല കേട്ടോ. ഇത് ഒരു കടയാണ്, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് ഉണ്ടായി കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും പൊട്ടിച്ചെടുക്കാം. കാരണം ഇതും ഇനി അധികം വലുതാവില്ല. ഒന്നാമത് ഈ ചെടിയുടെയൊക്കെ ഒരുവിധം ഉണ്ടാവില്ല കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇന്ന് ഇത്രയും പച്ചക്കറികളായിട്ട് പൊട്ടിച്ചെടുത്തോണേ. നമ്മുടെ സുന്ദരി ചീര ഉണ്ടല്ലോ, സാധാരണ ചീര വെക്കുന്ന പോലെ തന്നെയായിട്ട് ഞാൻ വെക്കുന്നത്. അതായത് നമുക്ക് പുതിയ ചീരകളൊക്കെ ആകുമ്പോഴേ മുന്നേ തന്നെ പരീക്ഷണം നോക്കണില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിയും മുളകും വേപ്പിലേക്കും കൂടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ സാധാ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറേശ്ശെ ഇട്ടിട്ട് ആക്കിയെടുക്കാനാണ്. കുറച്ച് വാടി വന്നപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല, ഏറ്റവും ലാസ്റ്റായിട്ട് ഉപ്പ് ഇടണുള്ളൂ. സുന്ദരി ചീര നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ പാൽച്ചീര ഉണ്ടായപ്പോഴൊക്കെ പണ്ടായിരുന്നു. പുതിയ തരം ചീരകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി കാട്ടി തന്നോളൂന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നോക്കി, നല്ല കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ ചീരക്കറി കാണാൻ തന്നെ. ചീര നോക്കിയേ, ഒരു ചീരച്ചട്ടി നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളമൊന്നും തെളിഞ്ഞ് വരുന്നില്ല കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. അതായത് നമ്മുടെ ഈ ചീരയിൽ ഈ സമയത്തായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഈ സമയത്താണ് കേട്ടോ. ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് അപ്പിട്ട് കൊടുക്കാമല്ലോ. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ ഒരു പിടി നാളികേരം ചെരുകിയതുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുന്ദരി ചീര റെഡിയായി. സുന്ദരി ചീര കാണുമ്പോൾ മറ്റെന്താ പറയുക, പച്ചയും പിങ്ക് കളർ രണ്ടും കൂടി ഇടകലർന്നിട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നാളികേരം കൂടി ചെന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കറി കാണാനായിട്ടല്ലേ. എനിക്ക് സുന്ദരി ചീര റെഡിയായി. ഒപ്പം തന്നെ ഞാനിവിടെ രാവിലെ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങണേക്കാളും മുന്നേ തന്നെ ഒരു മോര് കറി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഷായട്ടിന് പോവാറേ പണി സ്ഥലത്തേക്ക്. അപ്പോൾ ഷായട്ടിനെ വിളിച്ച് കഞ്ഞിയും കുടിച്ചിട്ട് അവന് ബാക്കിയുള്ള കാര്യങ്ങൾ കഞ്ഞി കുടിക്കായിരുന്നു കേട്ടോ. നമ്മുടെ എന്താ പറയുക, സുന്ദരി ചീരയുടെ ടേസ്റ്റ്. സുന്ദരി ചീര നമ്മൾ ആദ്യമായിട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് വയ്ക്കുന്നത്. ഇത് സാധാരണ പോലെ തന്നെയാണ്, കളർ വ്യത്യാസം മാറ്റങ്ങൾ അതന്നെ. എനിക്ക് ഇപ്പം ഇന്നാളെ നമ്മള് മറ്റേ പാൽച്ചീര വെച്ചു, അതിനും ടേസ്റ്റ് വ്യത്യാസം തോന്നിയില്ലേ. ഇപ്പൊ സുന്ദരി ചീര വെച്ചു, അതിനും ടേസ്റ്റ് വ്യത്യാസം ഇല്ല കേട്ടോ. നല്ല രസമുണ്ട്. സുന്ദരി ചീരക്ക് നല്ല രസമുണ്ട് അല്ലേ. പാൽച്ചീരയും എനിക്ക് തോന്നുന്നു സാമ്പാർ ചീര മാത്രമാണ് കുറച്ചുകൂടി വ്യത്യാസമായിട്ട് തോന്നണേ. ഈ ചീരകളൊക്കെ ഏതാണ്ട് ഓരോ ടേസ്റ്റ് തന്നെയാണ്, നല്ല രസമുണ്ട്. ഇത് കാണുമ്പോഴേ നമുക്ക് അരിഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരു ഭംഗി. എനിക്ക് അരിയാനെന്നെ തോന്നിയിരുന്നില്ല. എന്തൊരു വിഷമത്തിന് ഞാൻ ഇന്ന് അരിഞ്ഞെന്ന് പറഞ്ഞില്ല അരിയുമ്പോ തന്നെ. അല്ല അരിഞ്ഞില്ലെങ്കിൽ അത് കവര് വരും, പിന്നെ പറ്റില്ലേ.
കഞ്ഞിരിച്ചിട്ട് കഴിച്ചാൽ എങ്ങനെ ചീര ഒരു രസമായി നല്ല കോമ്പിനേഷനായി. ഞാനും കുറച്ചും കൂടി ഇട്ടേ. നല്ല രസമുണ്ടല്ലേ? ആ നാളികേരവും ചീരയും കഞ്ഞിയും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ കഞ്ഞിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു എരിമ്പുളി ഇടുക. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് കേട്ടോ, ഇത് നമ്മുടെ ജമന്തിയാണ്. ജമന്തി കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ നിറച്ച് മുട്ടും ഒക്കെ ഇടുതുമേ. പക്ഷേ ചട്ടിയിൽ നിൽക്കണ കാരണേ അവർക്ക് അങ്ങോട്ട് വിചാരിച്ച പോലെ ആവണില്ല. കാരണം ഇങ്ങനെ പടർന്ന് പോകുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വേരുകൾ നിലത്ത് മുട്ടുമ്പോൾ നന്നായിട്ട് പൂവൊക്കെ ഇടും. അപ്പോൾ ഞാൻ ഇവരെ ഇവിടെ നിന്ന് നേരെ നമ്മുടെ പറമ്പിൽ ഇത്തിരി വെയിലുള്ളൊരു ഭാഗം നോക്കി അവിടെ കൊണ്ടുവന്നേക്കാൻ പോവാണ്. എന്നിട്ട് ഇപ്പോൾ നോക്കി നമ്മുടെ വീട്ടിലെ അടീനിയത്തിൻ്റെ വേറെയും കുറച്ച് കളറുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെടുത്ത് ഇവിടെ കൊണ്ടുപോയിക്കണം. കാരണം അടീനിയത്തിന് നന്നായിട്ട് വെയിലുണ്ടാകുമ്പോഴല്ലേ പൂവിടണുള്ളൂ. അപ്പോൾ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കി എനിക്കിപ്പോൾ 1-2 കളറുകൾ എക്സ്ട്രാ കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ആണ് ഇത് 2 കണ്ട 2 സ്റ്റെപ്പായിട്ട് കിട്ടി. പിന്നെ ഇത് നല്ല വലുപ്പമുള്ള റെഡ്, അതിൻ്റെ തന്നെ വേറൊരു ചെറിയ ടൈപ്പ് ഈ ഒരു വശമൊക്കെ ബ്ലാക്കായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വൈറ്റ് കിട്ടിയിട്ടുണ്ട്, മഞ്ഞ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കളറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അവരിവിടെ കൊണ്ടുപോയിക്കണം. ഇവിടെ നിന്ന് മാറ്റും വേണം. എന്തോരം പൂവാന്ന് പറയിടാറ്. ഞാൻ ഇനി ഇതവിടെ കൊണ്ടുവച്ചിട്ട് ചിലപ്പോൾ ഇതൊന്ന് വെട്ടി നിർത്തി നോക്കൂട്ടോ, കുറ്റിയൊക്കെ ഇട്ട് ഇങ്ങനെ കുറ്റിയായിട്ട് പൂവിടുമൊന്നും കൂടി നോക്കും. അപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മുടെ അടീനിയത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മുടെ നോക്കിയേ, ഇത് ഭയങ്കര രസമായിട്ടാ. ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഒരു കമ്പി വളച്ച് വെച്ചു. പൂവ് ഇങ്ങനെ അടിവേരെ നിൽക്കണേ. നോക്കിയേ, നീളൊക്കെ നോക്ക് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടാ ഈ പൂവ് നിറച്ചുണ്ടാവുന്നുണ്ട്. ഞാനത് അവിടെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ കമ്പി കെട്ടിയിട്ട് അങ്ങനെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടീനിയ നമ്മുടെ ചെടികളൊക്കെ വയ്ക്കുന്ന സ്ഥലം ഇവിടെയാണല്ലോ. ആ അയ്യോ, നമ്മളോട് ചക്ക വീണു. നമ്മുടെ കണ്ണാടിയെ പേലിക്കുട്ടിയുടെ അടുത്തേക്ക് വന്ന് നോക്കുക. അപ്പൊ കണ്ണാടിനെ കണ്ടപ്പോ ഉണ്ട് പേലിക്കുട്ടിയുടെ ദേഷ്യം. അപ്പൊ ഞാന് അതുകൊണ്ടാണ് ഞാൻ അവളിങ്ങനെ ചങ്ങലമിട്ടിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ താളായ പോലും വേറെ ഡ്രസ്സ് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യ. കണ്ണാടി നമ്മുടെ കൺമണിക്കുട്ടിക്ക് വീഡിയോയില് നമ്മുടെ പേളിയുടെ മക്കളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്ത് വന്ന് നോക്കുകയാണ്. അപ്പൊ പേളിയുടെ ഒരു ഗൗരവം നോക്കിയേ. നമ്മുടെ ഈ ഒരു ചക്കാട്ടാ, ഇത് ഭയങ്കര മുകളിലായിരുന്നു. ആ ചക്കകളൊക്കെ മുകളിലായ കാരണം ഇത് എങ്ങനെ ഇടാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ ചക്ക പഴുത്തിട്ട് തന്നെയാണ് കേട്ടോ വീണിട്ടുള്ളത്. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പൊ നോക്കിയേ, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടാ. വലിയ കാര്യമായിട്ട് ഞങ്ങളൊന്നുമില്ല. അപ്പൊ അത് കാരണം കുഴപ്പമില്ല, നമുക്ക് വെട്ടി നോക്കാം. അപ്പൊ എന്തായാലും അടീനിയ ചെടി എടുക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ കിട്ടിയത് ചക്കയായി. അതേനാ, ഇതിപ്പോ ഞാൻ ഇന്നലെ വൈകിട്ട് വെച്ച് പിടിപ്പിച്ചതാ. ചട്ടിയിലൊക്കെ ഒന്ന് ആക്കി വെച്ചതാണ്. അപ്പൊ ഞാൻ എന്തായാലും ചക്ക വെട്ടിയിട്ടാവാം. ഭയങ്കര ദേഷ്യല്ല കണ്ണാടിയല്ലേ പേളിക്കുട്ടി. പേളിക്കുട്ടി ഇത് നമ്മുടെ കണ്ണാടിയല്ലേ? എന്തിനാ മക്കളെ കൊണ്ടുപോകാനല്ല പേളിക്കുട്ടിയെ കാണാനല്ല വന്ന് നോക്കണേ. പെണ്ണ് നമ്മുടെ കല്യാണി. ഇതേ കല്യാണിക്കുട്ടി എവിടെ? കല്യാണിക്കുട്ടി 1 2 3 4 5 6 കല്യാണിക്കുട്ടി എവിടെ ഉറങ്ങണ്ട് തരാ. കല്യാണിക്കുട്ടി ഞാനേ ചക്കട കൊണ്ടുവച്ചിട്ട് എടുക്കാട്ടാണ്. ഒരു കല്യാണം പറ്റണില്ല. ഇവര് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇപ്പോ. നമ്മുടെ കൺമണിക്കുട്ടി ഉണ്ട് കേട്ടോ. വീഡിയോ കോളിലെ കൺമണിക്കുട്ടി, അതേപോലെ പ്രീതി, ജിത്ത് എല്ലാവരും ഉണ്ട്. അപ്പൊ അവൾക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണാടി.
കല്യാണം കിട്ടും പെൺകുട്ടീനെ കാട്ടിത്തരാം പ്രീതി എപ്പോൾ കാട്ടിത്തരാം. പെൺകുട്ടി ഇവിടെ കിടക്കണ്ടായിരുന്നല്ലോ, അവളെ എവിടെയും മുക്കിലേക്ക് പോയേ. എല്ലാവരും 4 ഭാഗത്തേക്ക് പോകും നമ്മുടെ സൗണ്ട് കേട്ടാ. നോക്കട്ടെ, കണ്ണാടിയുടെ കയ്യിലാണോ പെൺകുട്ടി? ഇതേ ഇതെല്ലാം പെൺകുട്ടി. പെൺകുട്ടി ഇതാ കല്യാണി കുട്ടി. ഇതാണ് കല്യാണി. കണ്ട കൺമണിയെ, കല്യാണിനെ കണ്ട? മിടുക്കത്തി മോളാണ് കല്യാണി. കണ്ട സുന്ദരി മോളായിട്ടിരിക്കണ അവള്. ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊഞ്ചിക്കായിരുന്നില്ലേ കൺമണി കുട്ടിക്ക്? മിത നോക്കിയേ, മിതയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും സുന്ദരി മോളായിട്ട്. മിതയ്ക്ക് സങ്കടാവണു, മിതയ്ക്ക് സങ്കടം വരുന്നു. കൺമണിക്കുട്ടി പറയാണേ നമ്മുടെ കല്യാണീനെ അങ്ങോട്ട് കൊണ്ടോണെന്ന്. എന്തൊരു സുന്ദരി മോളായിട്ടാണ് ഇരിക്കുക. നോക്കിയേ, അവളുടെ ഇരിപ്പം നോക്കിയേ. 6 ആങ്ങളന്മാരുടെ ആരോമലായിട്ട് വളരേണ്ട ആളാണത് അല്ലേ? ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ എനിക്ക് ചക്ക വെട്ടേണ്ടതല്ലേ. ഞാനൊന്ന് കയ്യൊന്ന് കഴുകട്ടെ, പ്രതീക്ഷിക്കാതെ എടുക്കലായേ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടാ. ഇതേ കണ്ണാടി അവിടെ ഉണ്ണിയാട്ടം കൂടെ കളിക്കുന്നുണ്ട്. ചെരുപ്പ് കടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടിച്ചുകൊണ്ടിരാ. ഇതാരത് എന്തായാലും ചക്ക ഒന്ന് വെട്ടി നോക്കാം. മോളിൽ നിന്ന് വീണതല്ലേ, എങ്ങനെയുണ്ടെന്നുള്ളത്. അത്യാവശ്യം വലിപ്പുണ്ട് ചക്ക. അത് കാരണം എനിക്ക് ചക്ക വീണ കാരണാട്ടാ. ചഞ്ഞുണ്ടല്ലോ ഇത്രയും മോളിൽ നിന്നല്ലേ, അത് കാരണമാണ് നമ്മൾ വെട്ടുമ്പോഴേ. ഞാൻ തിന്ന് നോക്കട്ടെ ഏട്ടാ. നല്ല പഴുത്തിട്ട് തന്നെയാണോ വീഡിയോ? നന്നായി പഴുത്തിട്ടുണ്ട്. ഇനി വാട്ടുണ്ടോ നോക്കട്ടെ. നല്ല രസമുള്ള ചക്കയാ, പാകത്തിന് തന്നെയാ. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇത് വെട്ടി കഴിക്കണില്ല. നമുക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആയം പോലെ കഴിക്കാം. എന്തായാലും ചക്ക എന്തായാലും മുകളിൽ നിന്ന് വീണത് നന്നായി. അതാ വീണത് കാരണം ഇവിടെ ഇങ്ങനെ എനിക്ക് വെട്ടുമ്പോഴേ പ്ലിങ്ങായിരുന്നു. 2-3 വെട്ടിയിട്ട് അതിങ്ങനെ പ്ലിങ്ങി നിൽക്കുക. അതിങ്ങനെ ചഞ്ഞ കാരനാന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ അത് ചെടികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടാവാം. ഇനി ഇതൊക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയിക്കട്ടെ. ഇപ്പം ഇത് മുട്ടൊന്നുമില്ല കേട്ടാ, പക്ഷെ നമ്മൾ അവിടെ വെച്ച് കഴിയുമ്പോഴേക്കും നോക്കിയൊക്കെ വേഗം മുട്ട് വരും. അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇത് അങ്ങോട്ട് വെക്കല് കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇവർക്ക് നനധികം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്കൊക്കെ നനയ്ക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് നനയ്ക്കണം, ഇവർക്ക് വെള്ളം വീഴാത്ത രീതിയിൽ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും മാത്രം. ഇനി നമ്മുടെ പട്ടുകുട്ടികൾക്ക് എല്ലാ ദിവസവും ഓരോ തുള്ളി മരുന്നുണ്ട്, ഇനി അത് കൊടുക്കാം. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഉണ്ടല്ലോ വലിയൊരു ഗുസ്തി കഴിഞ്ഞിട്ടുള്ള ഉറക്കം കേട്ടോ ഇപ്പോൾ ഈ നേരത്ത്. ഇപ്പം ഇത് ഞാൻ അവിടെ നിന്ന് പറയുകയാണെങ്കിൽ അപ്പം എണീക്കും. നമ്മുടെ സൗണ്ട് കേൾക്കാതിരിക്കുക അടുത്ത യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഞാൻ കാട്ടി തരാം, പതുക്കിനെ പോണേ. ഒന്ന് 2 പേര് പതുക്കത്തെ കണ്ണു തുറന്നു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവർ ഉറക്കൊക്കെ മിനിറ്റിൽ കഴിയും. അത് ഉറക്കം കഴിഞ്ഞു, ഗുസ്തി കഴിഞ്ഞു. അതിൻ്റെ ചവിട്ടി അവിടെ ഒരു ചവിട്ടി, ഇവിടെ ചെരുപ്പ്, ഇവിടെ ചകിരി, ഇവിടെ പാത്രങ്ങളൊക്കെ വലിച്ച് എന്തൊക്കെയാ ഇവിടെ കാണണേ. ഉറക്കത്തിനുള്ള ആ ക്ഷീണം അറിയിട്ടില്ല കേട്ടാ. എല്ലാവർക്കും ഒരു ഇങ്ങനെ ഒരു ഇരിപ്പത് കാരണം. ശരി, ഇനി റൊണാൾഡോ എടുക്കണേ? ആരെടുക്കണ്ടേ? വാ
അയ്യോ പാവടാ, അവരുടെ ഉറക്കത്തിന് എൻ്റെ ഉഷാറായിട്ടില്ല. അപ്പോഴേക്ക് നീ അവനെ പിടിച്ച് മാന്താൻ വന്നു. കുട്ടിക്കുറുമ്പുകൾ കയ്യിലുള്ള ആൾ വരാം മെസ്സിക്കുട്ടൻ. ആളിങ്ങനെ ഇരിക്കുന്നത് നോക്കിയിട്ട് കാര്യമില്ല അല്ലേ മെസ്സിക്കുട്ട? അതെ, ഒരാളെടുത്തു കഴിഞ്ഞാലേ ഇതേ അടുത്താൾ കയറുന്നത്. മാറി മാറി എടുക്കണം. എടുക്കാം. ഓ മതിയോ 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 ഇത് മതിയോ ശുക്രന്? ശരി, ഇനി താഴേക്ക് ഇറങ്ങിട്ടാ ഞാൻ പാല് തരാം. മറന്നോണ, നീ എൻ്റെ ഉടുപ്പ് കീറും. ഈ ചവിട്ടൊക്കെ ഇതേ ചകിരൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. ഇനി അതൊക്കെ അതിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കട്ടെ. അതെ, മെസ്സി വലിക്ക്, എല്ലാവരും വലിക്ക്. ഇതാര പണിയാ? ഈ ചവിട്ടി ഇവിടെ എത്തിച്ചത് ആര പണിയാ? ഇതാരും ഈ ചവിട്ടി അവിടെ നിന്ന് കൊണ്ടുവന്നേ? ഇതെവിടെ കിടന്നിരുന്നത്? ഇവിടെയല്ലേ കിടന്നിരുന്നേ? ഇതിവിടെ കിടന്നിരുന്നത്. ഈ ചവിട്ടിയോ? ഇതാരെടുത്തേ? ഈ ചവിട്ടി ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇതെവിടെ ഇരുന്നതാ? ഇത് കിടക്കേണ്ട സ്ഥലം ഇവിടെയാ കേട്ടാ. ഈ ചവിട്ടി കിടക്കേണ്ടത് ഇവിടെ, കേട്ടല്ലോ? ഇനി വാ, നമുക്ക് പാത്രം എടുക്കാം, പാല് തരാം എല്ലാവർക്കും. വായോ. ആ ആ ഓക്കെ 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 ഓക്കേടാ ഓക്കേടാ ഓക്കേടാ. ആ ശരി, പാലെടുക്കണമെങ്കിൽ പാത്രം എടുക്കണ്ടേ? പാത്രം എടുക്കട്ടെ. നീങ്ങടാ. ഷീറ്റ് ഒന്ന് കഴുകിയിട്ടതാണേ, അപ്പം ഉണങ്ങിയിട്ടില്ല. തുടച്ചില്ലെങ്കിലോ അവർക്ക് ഈ വെള്ളത്തിൽ കിടന്ന് ഉള്ള നല്ല ഇഷ്ടമാട്ടാ. അപ്പോൾ അഴുക്കാവും മേല്. നിക്കടെ ചുക്കുടുമാരെ, എന്ത് ഇവരെ കൂടെ കളിക്കാതിരിക്കാന്ന് തോന്നല് ഇവർക്ക് പാപ്പ് തരാം. അയ്യോ എൻ്റെ തുണി ഇതാ, നീ കൊണ്ട് പോണത് വിടടാ. പ്ലാറ്റിന് കൂട്ടാ നീങ്ങിയിരുന്നേ. അതേ ഒരാൾ ചെരുപ്പ് കൊണ്ടുവരുന്നു. യോ ഇവരെക്കാളും വലിയ ചെരുപ്പ് എടുത്തിട്ടാണ് വരുന്നത്. നീ കൂടെ കുട്ടന്മാരെ, ഇനി ഇവരെല്ലാവരും ഒന്ന് ഇരുത്തി പഠിപ്പിക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഇവർ വെക്കുമ്പോൾ ഓടി വരണേ. ഇവിടെ ഇടി ഗുസ്തി എന്നിട്ടൊക്കെ ഇവിടെ കാണണേ പൊന്നി. നല്ല അങ്കാണ് ഇവരുടെ. ഈ ഇടയിലേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം പോകണമെന്ന് അറിയില്ല കേട്ടാ. ഇനി പാല് കൊണ്ടുവരട്ടെ. നെയ്മർ, റാറ്റ്നി, മെസ്സി, റൊണാൾഡോ, മർഡോണ, കല്യാണി, ഉസൈൻ ബോൾട്ട് ഇങ്ങോട്ട് വാ. അച്ചടോ ഉസൈൻ ബോൾട്ട് ഇങ്ങോട്ട് വാ. അങ്ങനെ മെസ്സിക്കുട്ട, മെസ്സിക്കുട്ടന് ഇങ്ങോട്ട് വാ. മെസ്സിക്കുട്ടൻ്റെ പാത്രം കുടിച്ചാടാ. മെസ്സിക്കുട്ടന് രണ്ടാളെ പാത്രത്തിന് ഓരോരുത്തർ കുടിച്ചില്ലതാ. ഇപ്പോഴത്തെ കുടിക്കട്ടെ കുടുക. പൊന്നിൻ്റെ പാത്രത്തിലേതാ, കല്യാണ കുട്ടിയുടെ പാത്രത്തിൽ കുടിക്കും. ഇന്ന് ഞാനുണ്ടല്ലോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പടവലങ്ങ കറി ആട്ടോ വയ്ക്കണേ. അത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു പടവലങ്ങ കറി. അപ്പോൾ നമ്മൾ പടവലങ്ങയുടെ മുകളിലത്തെ തൊലിയൊക്കെ കളഞ്ഞ് കണ്ട ഇതേപോലെ ഇതാ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ഇതാ ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇതാ പൊട്ടി തുടങ്ങി. ഒപ്പം നമ്മളതിലേക്ക് ഇതാ ഒരു വറ്റമുളക് നടുമുറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഇതാ ഒരു കതിര് കറിവേപ്പില, പിന്നെ ഒരു 4 വെളുത്തുള്ളി ഇതാ നീളത്തിൽ അരിഞ്ഞിട്ട്, നല്ല വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. പൊറ്റേ വെളുത്തുള്ളി പൊറ്റ് 4 എണ്ണം നീളത്തിലരിഞ്ഞത്. പിന്നെ ഇതാ ഒരു പച്ചമുളക് ഇതാ 4 കഷ്ണമാക്കിയത്.
വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റി വരുമോ കേട്ടോ, കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിതൊന്ന് തീ കുറച്ച് വയ്ക്കുന്നുണ്ട്. നമ്മുടെ മൺചീനി ചട്ടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ തീ നല്ല കുറവിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇതാ വഴറ്റി വന്നിട്ടുണ്ട്. നോക്കി കളറൊന്നും അങ്ങനെ മാറിയിട്ടില്ല, വെറുതെ വഴറ്റിയിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മളിതാ ഒരു തക്കാളി ഇട്ടാ ചെറുതാക്കി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നമുക്ക് തക്കാളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ, നന്നായി വേവിച്ചെടുക്കണം തക്കാളി. അതിലേക്ക് നമ്മളിതാ ചെറിയ 2 സബോള ഇട്ട് അതെ കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതാ ഇട്ട് കൊടുക്കാം. സബോളയും ഒന്ന് നമുക്കൊരു മധുരരസമാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സബോള ഇട്ടിട്ട് നമ്മൾ സബോള കടിക്കാൻ പാടില്ല. ആ ഒരു മധുരരസം ഉണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ ആവേണ്ടത്. ഇപ്പോൾ ഇതാ അതേപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ മുളക് പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചിട്ടുള്ളോട്ടെ, കാരണം നമുക്ക് പടവലിങ്ങൊക്കെ വഴറ്റി വരുമ്പോൾ കുറവുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് 1/2 ടീസ്പൂൺ നന്നായിട്ട് എടുത്തിട്ടില്ല, അത്രയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. നമുക്ക് അതേപോലെ തന്നെ മല്ലിപ്പൊടി നമുക്കിതാ 1 ടീസ്പൂണ് ഇടാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂൺ. പൊടികളൊക്കെ ഇട്ടിട്ട് പൊടികളിലത്തെ പച്ചക്കുത്ത് പോണ വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. പൊടികളിലത്തെ ആ ഒരു പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്, നമുക്കൊരു മണം വരും. അത് പോണോട് കൂടിയിട്ട് തന്നെ ഈ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിതിലധികം കുറേ വെള്ളമൊന്നും ഉണ്ടാവില്ല, നല്ല ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പം നമുക്കതിലേക്ക് ഇതാ ഒരു ഗ്ലാസിൻ്റെ അടുത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മളിപ്പോൾ ഇടില്ല കേട്ടോ, ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പിടുള്ളൂ, അതായത് പടവലങ്ങ വെന്തതിന് ശേഷം കേട്ടോ. ഇളക്കി കൊടുത്ത് നമുക്കുണ്ടല്ലോ അതാ മൂടി വയ്ക്കാം. തീ ഞാനിപ്പോൾ ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊരു ആവി വരുന്ന കണ്ടു കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഞാനാണെങ്കിൽ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം നോക്കിയാൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ. ഇനി വേറെ ഒന്നും ചെയ്യണ്ട, ഇത്രയും മതി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പടവലങ്ങ നന്നായിട്ട് കുറയുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഇനി ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് തരണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. കാരണം പടവലങ്ങ നന്നായിട്ട് വേവുമ്പോൾ കുറയണ കാരണമാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്ക് ഉപ്പിടാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇതാ റെഡി കേട്ടോ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമ്മുടെ ഈ ചീനിച്ചട്ടി മൺചീനിച്ചട്ടി ആയിക്കാണ്ട് ഇതിലിരുന്നുകൊണ്ട് വീണ്ടും തിളയ്ക്കും. അങ്ങനെ തിളച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായറിനെ വിളിക്കട്ടെ. കണ്ട ഇതേപോലെ കേട്ടോ ഇരിക്കുക. ചാറല്ല, പക്ഷെ നമ്മൾ ഈ കഷ്ണം കൂടി കഴിക്കലാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ.
കറിയുന്ന നോക്കിയേ, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ചപ്പാത്തിയുടെ ഒരു പീസ് എടുത്തില്ലേ ഉള്ളിൽ വെച്ചിട്ട്, അതായത് എന്താ പറയാ ഇപ്പോഴത്തെ പിള്ളേർ കഴിക്കുന്നത് മറ്റേ റോള്. റോളും അതിൽ നോക്കി വയ്ക്കുന്ന മാതിരി കഴിക്കട്ടാ. അടിപൊളിയാ, നല്ല രസമാണ്. നമ്മൾ ശരിക്കും പടവലിക്കല്ലേ ഇങ്ങനെ ചപ്പാത്തിയിലൂടെ കഴിക്കണം, പക്ഷെ ഇങ്ങനത്തെ ഗ്രേവിക്കായി വരുമ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാൻ. ചൂടുണ്ട്, സാരില്ല. രസല്ലേ, അടിപൊളിയാട്ടാ. ചപ്പാത്തിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാ. അത്ര പെട്ടെന്ന് ചോറിലേക്കും പറ്റും കേട്ടോ, രണ്ടിലേക്കും പറ്റും. ഇനി അപ്പം എല്ലാവരും ഇത് നോക്കിയോളാം. നമുക്ക് എന്നുവെച്ചാൽ കൂടുതൽ സമയം വേണ്ടതിന്, അതാണ് അത്. പെട്ടെന്ന് ആക്കി എടുക്കാം. ഇപ്പം നിർത്തല്ലേ. അപ്പം അടുത്ത ദിവസം അടുത്ത വെടിയേറ്റിട്ടാ.